എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. രോഹിണി നക്ഷത്രക്കാർ ഏകദേശം 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ വ്യാഴദശമാണ്. അതായത് 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർക്ക് ഏത് കാര്യങ്ങളും ചെയ്താൽ വിജയകരമായി നടക്കും. അതായത് മുമ്പ് പിണങ്ങിപ്പോയ കൂട്ടുകാരികളൊക്കെ തിരികെ വരും, ശത്രുദോഷം മാറും, സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഈ ഒരു കാലയളവിൽ എന്ത് ബിസിനസ് ചെയ്താലും സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ രോഹിണി നക്ഷത്രക്കാർ ചെയ്യണം. 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ ചിലവർക്ക് വേണ്ടത്ര പ്രതീക്ഷകൾ കിട്ടാറില്ല, സാമ്പത്തിക ലാഭങ്ങളൊന്നും കിട്ടാറില്ല, സാമ്പത്തിക നഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു കാലയളവിനെ നമുക്ക് വീട് വെക്കാനും ഉള്ള സൗഭാഗ്യം ഉണ്ടാകും, വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം എത്രയിലാണെന്ന് അറിയണം. ആ വ്യാഴത്തിന് ബലമില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രയോജനങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ പൊതുവേ രോഹിണി നക്ഷത്രക്കാർക്ക് 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ നല്ല ടൈം തന്നെയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് അത് കിട്ടാറില്ല, ചില ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ല സമയമുള്ള സമയത്ത് നമ്മൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാലയളവിൽ രോഹിണി നക്ഷത്രക്കാർ എന്ത് ബിസിനസ് ചെയ്താലും അവർക്ക് ഉയർച്ചയുടെ ഒരു കാലഘട്ടം കൂടിയാണ് 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ. ഹോട്ടൽ മേഖലകൾ, അതേപോലെ തന്നെ ബിസിനസ് മേഖലകൾ, സർക്കാർ തലത്തിലിരിക്കുന്നവർ വീട് വെക്കാനും വാഹനങ്ങൾ പുതിയത് മേടിക്കാനും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഇവിടെ തേടി വരുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്ന് നമുക്ക് വേണ്ടത്ര എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു വയസ്സാണ് 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ വ്യാഴദശയാണ്. അപ്പോൾ ഈ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ആദ്യം തന്നെ വ്യാഴാഴ്ച ദിവസം വ്യാഴഗ്രഹത്തെ പോയി കണ്ട് ഭഗവാന് വെളുത്ത ഒടയാട സമർപ്പിച്ച് മുല്ലപ്പൂ മാല ചാർത്തി വ്യാഴത്തിന് മാത്രമായിട്ട് പ്രത്യേക അർച്ചന ചെയ്യുക. അതായത് നവഗ്രഹം ഇരിക്കുന്ന വ്യാഴാഴ്ച തന്നെ ഇത് ചെയ്യണം. ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വ്യാഴാഴ്ച പോകാൻ സമയം ഇല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ചെയ്ത് 9 പ്രദക്ഷിണം ചെയ്ത് വ്യാഴത്തിന് മാത്രമായിട്ട് പ്രത്യേക രീതിയിലുള്ള അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ വ്യാഴപ്രീതി വരുത്താൻ വേണ്ടി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെയധികം ഉത്തമമാണ്. ഗുരുവായൂർ പോയി തൊഴാം. അതേപോലെ തന്നെ ഈ വ്യാഴം നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കാനോ ഇല്ലെങ്കിൽ ആൾജാമ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിൽക്കരുത്. കാരണം നമുക്കിപ്പം നല്ല സമയമാണ്. നമ്മുടെ നല്ല സമയം കൊണ്ട് നമുക്ക് നേരത്തെ പോയ കൂട്ടുകാരികളൊക്കെ തിരിച്ചു വരും. അപ്പം നമുക്കെപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കി രോഹിണി നക്ഷത്രക്കാർ മുന്നോട്ട് പോകണം. നമ്മളെ പറ്റിച്ച ആൾക്കാരൊക്കെ നമുക്ക് നല്ല സമയം വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ക്യാഷ് കടം ചോദിക്കുന്നു, ഇല്ലെങ്കിൽ അവർക്കൊരു സഹായം തരുമോ, ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തേ കിടക്കുന്ന മാല പണയം വെക്കാൻ തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യരുത്. വീട് വെക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടാകും. അതായത് ഇതുവരെ വീട് പണി നടക്കുന്നില്ല, നമ്മൾ ക്യാഷൊക്കെ പല ആൾക്കാരിൽ നിന്നും നമുക്ക് ചോദിക്കുമ്പോൾ കടമായിട്ട് കിട്ടും. നമ്മൾ ബാങ്കിലൊക്കെ ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നു പോകും. ഒപ്പം തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം, സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ട്രാൻസ്ഫറിനൊക്കെ നോക്കുവാണെങ്കിൽ ഒരു തടസ്സമില്ലാതെ അത് മുന്നോട്ട് പോകാൻ പറ്റും. വിദേശത്ത് പോകാനുള്ളവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം ഈ വ്യാഴം പ്രീതിപ്പെട്ടെങ്കിൽ മാത്രമാണ്, അതിനാണ് വ്യാഴപ്രീതി വരുത്തേണ്ടത്. വളരെയധികം ഞാനിവിടെ പറഞ്ഞു തന്നത് വ്യാഴാഴ്ച ദിവസം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക, മുല്ലപ്പൂ മാല കൊടുക്കുക, വെളുത്ത ഒടയാട കൊടുക്കുക, അതേപോലെ തന്നെ 9 പ്രദക്ഷിണം വെക്കുക, വ്യാഴഭവന് മാത്രമായിട്ട് പ്രത്യേക തരത്തിലുള്ള അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എന്തുകൊണ്ടും ഐശ്വര്യമുള്ള ഒരു കാലഘട്ടമാണ് 35 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴദശ കാലഘട്ടമാണ്. ഈ വ്യാഴദശ കാലഘട്ടം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ശനിദശ കാലഘട്ടത്തിൽ സമ്പാദിച്ച ധനനഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടും ധനധാന്യങ്ങൾ വർദ്ധിച്ച് 2 നില വീട് രാജാവിനെ പോലെ വാഴുന്ന ഒരു വയസ്സാണ് 35 തൊട്ട് 51 വയസ്സ് വരെ. ജ്യോതിഷപരമായ എന്തെങ്കിലും കൂടുതൽ അറിയാൻ രോഹിണി നക്ഷത്രക്കാർ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതാണ്.